ചാർജർ ഇട്ട് കെട്ടി വെച്ച ഇവൻ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്, അതുകൊണ്ട് ഷാർജയൊന്നും കുടിക്കൂല. കരിക്ക് മാത്രം, ഓൺലി കരിക്ക്. ഈ കടയുടെ പേര് ഇവിടെ മക്കാം ടെക്സ്റ്റൈൽസ്. ഇവിടെ എല്ലാം ഉണ്ട്. വരണമെന്നുള്ളവർക്ക് വരാം, മേടിക്കാം, സന്തോഷത്തോടെ തിരിച്ചു പോകാം. ഹലോ ഗസ്, അപ്പോൾ ഇന്നൊരു ഡെയിലി വ്ളോഗല്ലേ, എന്നാലും ഒരു പ്രത്യേകതയുള്ള വ്ളോഗാണ്. കാരണം നമ്മളെ സ്കൂളിൽ കൊണ്ടുപോകുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനാണ് നമ്മൾ പോകുന്നത്. അല്ലേ എനിക്ക് വേണ്ടി കുറച്ച് ഞാൻ പഠിച്ച് വലിയാളാൻ വേണ്ടി ബുക്ക്. വലിയാളെന്ന് വെച്ചാൽ പൊക്കമാണോ? മ്യൂസിക് എന്തോ സംഭവങ്ങൾ, പിന്നെ നമ്മൾ കുപ്പി, പിന്നെ ബാഗ്, പേന, ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം നമ്മളിന്ന് വാങ്ങിക്കാൻ പോവാണ്. പിന്നെ പ്രത്യേകിച്ച് യൂണിഫോം, ഇപ്പോൾ യൂണിഫോം വാങ്ങിക്കാൻ പോവാണ്. ഇപ്പോൾ വഴി വെച്ച് കാണാം. ഹെൽമെറ്റ് ഇവിടെ വെച്ചോ? ഒന്നുകൂടെ കയറിക്കൊണ്ട് പോയാലും ഒരു കരുപ്പ് കൂടി. കഴിക്കാണ് തേങ്ങ. ഇവൻ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്, അതുകൊണ്ട് ഷാർജയൊന്നും കുടിക്കൂല. കരിക്ക് മാത്രം, ഓൺലി കരിക്ക്. ഉറക്കം വരുന്ന നമ്മൾ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഇവിടെ നമ്മൾ റെഡിമെയ്ഡ് എടുക്കാനാണ് വന്നത്. ഇതാണല്ലേ നിന്റെ യൂണിഫോം? അപ്പൊ ഇതല്ലേ, ഇവിടെ നിന്നെല്ലാം വാങ്ങാം. നല്ല ഐശ്വര്യം, കറുപ്പ് വേണം. ഇങ്ങനത്തെ മതി. നോക്ക്, നിനക്ക് ആവശ്യമുള്ള നോക്ക്. എല്ലാം ഉണ്ട്. ബാഗ് വേണ്ട? ബാഗ് ഇത് 790 രൂപയുള്ളൂ. പക്ഷെ നമ്മൾ ലുലുവിൽ പോയി വാങ്ങിച്ചത് ഭയങ്കര അല്ലേ, റേറ്റ് കൂടുതലായിരുന്നു. എനിക്കിത് മതി. ഇത് കൊച്ചുപിള്ളേരിടുന്നു. ഈ കുപ്പി തന്നെ 190 രൂപ. ഞാൻ ഇതാണ്, ഈ കളറാണ് ഉദ്ദേശിച്ചത്. ഈ കളറാണ് അകത്ത് ഉണ്ടെന്ന് പറഞ്ഞ് നോക്കിയതാണ്, പക്ഷെ അതിനകം തുറന്നു നോക്കിയപ്പോൾ അപ്പോൾ ഇത്ര സംഭവങ്ങളാണ് നമ്മൾ വാങ്ങിച്ചത്. യൂണിഫോം റെഡിമെയ്ഡ് വാങ്ങുന്നതാണ് ലാഭം, മറ്റേതാണെങ്കിൽ ഒരുപാട് പൈസയാവും. ഒരാൾ പള്ളിയിൽ പൈസയൊക്കെ ഇട്ടിട്ട് മന്ദം നടന്നു വരെയാണ്. സത്യം പറയാലോ, എല്ലാ സാധനവും ഉണ്ട്. ഈ കടയുടെ പേര് ഇവിടെ മക്കാം ടെക്സ്റ്റൈൽസ്. ഇവിടെ എല്ലാം ഉണ്ട്. വരണമെന്നുള്ളവർക്ക് വരാം, മേടിക്കാം, സന്തോഷത്തോടെ തിരിച്ചു പോവാം. ഹലോ, പാല് കാച്ചിന് കഴിക്കാൻ പോകുന്നു, ഒരുങ്ങി. ഹലോ, നമ്മുടെ വീടിൻ്റെ അടുത്തൊരു പാല് കാച്ചുണ്ട്. അപ്പോൾ ആ പാല് കാച്ചി നിൽക്കുകയാണ് നമ്മൾ. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher.
just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. Yeah, the morning is the afternoon. We lay awake in bed. The laugh's so loud. ഗൈസ്, അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ പാലാച്ചി വീട്ടിൽ നിന്നൊക്കെ വന്ന് ഇനി എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. ട്യൂഷനൊക്കെ പോയി നല്ല സുന്ദര കുട്ടപ്പനായ തളർന്നു വിടാന്നിരിക്കുകയാണ്. ഇനി ബുക്കൊക്കെ ബൈൻഡ് ഇട്ടിട്ട് പോയി കിടക്കണം. അപ്പോൾ ബൈൻഡ് ഇടാൻ നേരത്ത് കാണാം. അല്ല, ഞാൻ അങ്ങനെ കുളിച്ച് സുന്ദര കുട്ടപ്പനായി. എന്നിട്ട് നമ്മൾ കടയിൽ വാങ്ങിച്ച സാധനങ്ങളാണ് ഗൈസ് ഇത്. പിന്നെ ഇത് നടരാജിന്റെ ക്ലാസിക് ബാൾ പെന്നാണ്. ഇത് എത്ര? 80 രൂപ. ഇത് പക്ഷെ ആ കടയിലെല്ലാം നല്ല റേറ്റ് കുറവാണ്. ഒരുപാട് പേനുണ്ട്. എനിക്ക് തോന്നുന്നു എത്ര പേന വരും? 80 രൂപയേ ഉള്ളൂ. കുറേ പേനയുണ്ട്. 10 ഒരു 50. 50 ആണോ? ഇവിടെ ഇട്ടാ മൊത്തം അങ്ങനെ തട്ടിയിടാതെ എങ്ങനെ? എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടി 80 രൂപയേ ഉള്ളൂ. പക്ഷെ നല്ല എഴുതാനൊക്കെ നല്ല പോയിന്റ് ഉണ്ട്. കൊള്ളാം. 4, 15, 16, 20, 17, 18, 19, 20. 50 നമ്മ കേട്ടി വയ്ക്കണേ. ഇത് നമ്മളെ അംബ്രല, നമ്മളെ സ്വന്തം കുട. ഇതൊക്കെ രണ്ടിൻ്റെ അന്ന് ഞാൻ പൊട്ടിച്ച് കളയും ഇല്ലമ്മ. നമ്മൾ കോട, ഈ കോടയുടെ കളർ ഏതുമ്മ? ബ്ലൂ. ഇത് ഡാർക്ക് ബ്ലൂ. ഇത് കണ്ട തീരി ഇങ്ങനെ. അപ്പൊ നമ്മളിങ്ങനെ അങ്ങനെയൊക്കെ പാട്ടൊക്കെ പാടിക്കുക. ഇവിടെ സ്വിച്ച് നിൽക്കുമ്പോൾ ചെറുതാണ്. ഒന്നുമില്ല. നമ്മുടെ സോക്സ് എൻ്റെ സ്വന്തം മുദ്രകളിൽ ഒക്കെയാണുള്ളത്. പിന്നെ നമ്മുടെ യൂണിഫോം, 2 യൂണിഫോം ഉണ്ട്. യൂണിഫോം നമ്മൾ റെഡിമെയ്ഡാണ് വാങ്ങിയത്. തയ്ക്കാൻ കുറേ കൂടെ റേറ്റ് ആവും, അതുകൊണ്ട് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിച്ചു. അതിൻ്റെ പാൻറ്റ് വലുതാണല്ലേ, വണ്ണം കുറയ്ക്കണം. പിന്നെ എനിക്ക് തിന്നാനുള്ളത് നമ്മുടെ പക്ഷേ ഈ പാത്രവും സാധാരണ സ്ഥലത്തെക്കാട്ടിയും തുറന്നാണ്. ദുലുലായിരുന്നെങ്കിൽ ഇതിന് മിക്കവാറും 30,000 രൂപ. നല്ല സുന്ദര കുട്ടപ്പൻ. എൻ്റെ മുഖം കണ്ട ക്യൂപ്പി. സ്വന്തം ഇത്രയും ട്യൂഷൻ, ഇത്രയും സ്കൂളിലൊക്കെ. അപ്പൊ നമുക്കിനി ബുക്ക് ബൈൻഡ് ഇടാം അല്ലേ മാ? ബുക്കുകൾ ബൈൻഡ് ഇടാൻ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോയി എടുത്തിട്ടോ ബുക്ക് ബൈൻഡ് ഇടാൻ പോകുന്നു. നീ നമ്മളൊക്കെ ഇത് ഫുൾ അവൻ്റെ സ്റ്റഡി ടേബിളിനകത്തെ വിശേഷങ്ങളാണ്. വൃത്തിക്കൊക്കെ വെച്ചേക്കാം തന്നെ. കൊണ്ടുപോവാ ഇങ്ങതാ. ബാക്കി എടുത്തിട്ടോ. ബ്രൗൺ പേപ്പർ എവിടെ? ചാർജർ ഇട്ട് കെട്ടി വെച്ച് നന്നായി.
ഇനി ഉമ്മയെ കൊണ്ട് ഭയങ്കര എല്ലാ വർഷവും സ്കൂൾ തുറക്കുമ്പോൾ ഇതൊരു ടാസ്ക്കാണ്. ഇനി ഇത് ഫുള്ള് ബൈൻഡ് ഇടണം. നാളെ മറ്റന്നാൾ ടെക്സ്റ്റ് കിട്ടും, ടെക്സ്റ്റ് ബൈൻഡ് ഇടണം, എല്ലാം ചെയ്യണം. എല്ലാം എടുത്തിട്ടുണ്ട്. സ്റ്റാപ്ലർ, സിസേഴ്സ്, സ്കെയിൽ, ചുമ്മാ ഇപ്പം വേണ്ടി ടേപ്പ് ഇരിക്കട്ടെ. അച്ചാക്ക് പിടി. ഇതിന് എനിക്കിരുന്നു ഞാൻ കളി കണ്ടാ പോലെ. കളി കാണണ്ട, ഇറങ്ങി കളിക്കണം. ഇത് കേട്ടോ പുതിയ കുപ്പി 90 രൂപയുള്ളൂ. രാമചന്ദ്രൻ എന്നാണ്, വേണമെന്നുള്ളവർക്ക് മേടിക്കാം. രാമചന്ദ്രൻ ഇഷ്ടം പോലെ കുപ്പി. രാമചന്ദ്രൻ മാമൻ ആ മാമാടെ മോന്റെ പേര് രാമചന്ദ്രൻ. ഞാൻ ബൈൻഡ് ഇടുന്ന ആൾക്കാരെ ചിത്തോളി എന്ന് പറഞ്ഞു നേരെ അങ്ങോട്ടൊക്കെ ആക്കി അമ്മയുടെ ഇതൊക്കെ കാണട്ടെ. കിടക്കട്ടാന്നോ? എന്തോ ക്ഷീണോ? വലിയ കത്രയില്ലേ? എടുത്തിട്ട് വാ പോയി. എന്തോന്ന് കത്രയാ? എല്ലാ വർഷവും ഇത് തന്നെ ജോലി. സ്കൂൾ നോക്കുമ്പോൾ എൻ്റെ മെയിൻ പണിയാണ്. പണ്ട് കൊച്ചിലെ ഞാനാണെങ്കിൽ എനിക്ക് ബ്രൗൺ പേപ്പർ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ശരിക്കും വൈറ്റ് ഔട്ട് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ വെച്ചാണ്. നീ എന്തോ നോക്കിയിരിക്കുന്നത്? വേണ്ട, ഇട്. മൈൻഡ് ഇടും. ഐശ്വര്യ എടുത്ത് തുടങ്ങട്ടെ. ഐശ്വര്യ ഈ വർഷത്തെ ഫസ്റ്റ് ബുക്ക് ഭയങ്കരമാണ്. ഇങ്ങനെ പിടിക്കണം. ഇതൊക്കെ എന്തായി? എന്റെ ഉമ്മായിട്ട് പറയല്ല. കോൺഫിഡൻസ് വെട്ടി കീഴിലാണ് കുട്ടിയായിരുന്നു. ഇതൊന്നും വേണ്ട. ഇതൊക്കെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ എങ്ങനെ പിടിക്കട്ടെ നമുക്ക്? വേണ്ട. നീ ബുക്കിന്റെ സൗന്ദര്യം കാണാതിരിക്കണം. അടുത്ത് ബൈൻഡ് ഇടാൻ കൊണ്ട് നമുക്ക് കളിക്കില്ല കേട്ടോ. എനിക്ക് ക്യാരംബോർഡ് എല്ലാം കളിക്കാം. അല്ല കളിക്കാം. ഞാൻ ഒറ്റയ്ക്ക് കളിക്കാം. ഞാൻ മനോട് കളിക്കാം. ഇങ്ങനെ ബൈൻഡ് ഇടാം. ഇങ്ങനെ പിടിക്കണം. ഇവിടെ 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 ഇങ്ങനെ അടിക്കണം. ഏത് സൈഡ്? നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത്? തുറക്കണം. നല്ല ഭയങ്കര ഇതേപോലെ എല്ലാ ബുക്കുകളും ബൈൻഡ് ഇടണം. അവർ തുടങ്ങട്ടെ. നിന്റെ ഉമ്മ അല്ലേ? വെള്ളം കുടിച്ചിട്ട് വരാം. മത്തി വെള്ളം കുടിച്ചിട്ട് കേട്ടോ. ടേപ്പ് വേണം അമ്മ. ഉമ്മക്കൊരു വാക്ക് കൊടുത്താൽ നമ്മൾ സന്തോഷത്തോടെ ചെയ്യും. നല്ല സാധനം സത്യം പറഞ്ഞാൽ ഇത് ആദ്യം പോണത് എന്താണ് പ്ലസ് 2 പ്ലസ് 1 ചേട്ടന്മാരെയൊക്കെ വലിയ ബുക്കാണ്. വീട്ടിൽ നിന്നൊന്നും ചെയ്തില്ലാത്തോണ്ട് പയ്യ ചെയ്യണം. ഇത് ചെയ്യാൻ കൊള്ളാൻ വെറുതെ രാവിലെ ഞാൻ എണീറ്റ് അതൊരു ജോലിയല്ലേ. ടി വി ഇടാൻ വേണ്ടി സ്വിച്ച് കണ്ട് കൈ ഈ വെള്ളം ഇങ്ങനെ പൊക്കി എന്നിട്ട് തന്നെ ഇങ്ങനെ ഇട്ട് എന്നിട്ട് ലേഖം ആഹാരം കൊണ്ടെന്ന് വെച്ചപ്പോൾ ഞാൻ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചവിടനൊക്കെ ഭയങ്കര പാടല്ലേ. എന്നിട്ട് നമ്മൾ വായ പിടിച്ച് അതൊക്കെ അപ്പൊ വായൊക്കെ കളിക്ക് പോലും. പിന്നെ അല്ലാതെ അതൊരു ജോലിയല്ലേ. അതിന് വീട്ടിൽ കുത്തിയിരിക്കുന്നവരെ ഞങ്ങൾ ഒരിക്കലും മഴ പറയാൻ പറ്റില്ല. പക്ഷെ അതൊരു ജോലിയാണ്. വെറുതെ ഇരുന്നാലും നമുക്ക് വെറുതെ നമ്മൾ ബാക്ക് ഇങ്ങനെ ഇരിക്കുന്നതും അതൊരു ജോലിയല്ലേ. നമ്മൾ കുറേ നേരം ഇരിക്കുമ്പോൾ എല്ലാവരും കഴിക്കൂലേ? അല്ലേ? അതൊരു ജോലിയല്ലേ. എല്ലാം നമ്മൾ ചെയ്യണ എല്ലാം ജോലിയാണ്. ഞാൻ വിചാരിച്ചിരുന്ന സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ചെയ്യണ അല്ല ജോലി. നമ്മൾ ചെയ്യണ ജോലി. ചോറുണ്ടാക്കുന്നത് ഇതൊരു ജോലിയാണ്. ഇല്ലേ? ഇപ്പോഴാണ് ഇങ്ങനെ വിട്ടുപിടിക്കുന്നത്. പക്ഷെ തെളിയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ മന്ദബുദ്ധിയാണ്. അതാ ഉമ്മ മന്ദബുദ്ധി ആയതുകൊണ്ടാണ് എന്തോ എനിക്ക് തിരുതി കുറവ്. സത്യം പറഞ്ഞാൽ ബാക്കി വായിച്ച് പോകുന്നു എനിക്ക് അറിഞ്ഞൂടാ. ഞാനെപ്പോഴും ഇങ്ങനെ ഭയങ്കര ഇടുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളെ വീഡിയോ കാണുന്ന പ്രേക്ഷകർ ഇതിന് വോട്ട് ചെയ്യും. നമുക്കിപ്പം ഈ ടൈമിന് വോട്ട് ചെയ്യും. വോട്ട് ചെയ്യണ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൊന്നും അല്ല. നേരെ അങ്ങോട്ട് താഴോട്ട് പോയിട്ട് രണ്ടാമത്തേൽ ഫസ്റ്റ് കിടക്കണം. ഇങ്ങനെ കിടക്കുന്ന ചിഹ്നത്തിൽ അങ്ങനെ കുട്ടിയാണ്. അതാണ് വോട്ട്. ഇല്ല അത് ഇതിന് വേണ്ടിയിട്ടുള്ള വോട്ട്. ഇതിന് വോട്ട് ചെയ്യണം. ഇവനാ സമൂഹം ചെയ്യണം. നിങ്ങളൊക്കെ മക്കൾ ഇങ്ങനെ തന്നെ
അതാണ് നമ്മളിപ്പോൾ യൂണീക്കാണ്. യൂണീക്ക് ജോലി കഴിഞ്ഞിട്ട് എന്നെ കൊണ്ടാണ് ഇത് ഇത്രയും പണിയെടുപ്പിക്കുന്നത്. യൂണീക്കാണ് ഞാൻ. യൂണീക്ക്. ഐ ആം ദ ഹോപ്പ് ഓഫ് ദ യൂണിവേഴ്സ്. ഐ ആം ദ ഹോപ്പ് ഓഫ് ദ യൂണിവേഴ്സ്. പറഞ്ഞില്ലേ? ചക്രി ഐ ആം ദ ഹോപ്പ് ഓഫ് ദ യൂണിവേഴ്സ്. ഇത് സ്പീഡ് കൂട്ടി ഇടുന്നേ ഈ വീഡിയോ അല്ലേ കാണുന്നത് ഞാൻ ഇത് കൂടി തരുമ്പോഴേക്കും ഭ്രാന്താ ചാവും. സംസാരി ഇപ്പൊ നിന്റെ ബാഗുകൾ എന്തൊന്നും കാണിക്കും. ഞാൻ ചിരി ഹോംവർക്ക് ഉണ്ടായിരുന്നു. അതൊന്നായിരിക്കും തള്ളക്കുള്ള മോന്റെ പണികളെ ഞാൻ തള്ളയിരുന്നു. ഇവിടെ വൈകിട്ട് നമ്മളെ ഇനി ഉണ്ടാക്കണം. ട്യൂഷനില്ലാതെ ഇട്ടിട്ടാണ് മകളെ. ബോസ് ഈ ബോസ് ഗീവ് അവേ ആയിട്ട് തരും. ചിരിക്കുകയാണോ കരയുകയാണോ? ചുമ്മാ ആരും വാങ്ങിക്കൂല. മണ്ടയില്ലാത്ത ബോക്സ് ആയിരിക്കും വേണം. ഗീവ് അവേ ആയിട്ട് തരും. നമ്മൾ ബൈൻഡിട്ട് ഞാൻ 2-3 ബൈൻഡിട്ടപ്പോൾ എനിക്ക് തല കഴിക്കുന്നു. അങ്ങനെ ഞാനും ഇവനും കൂടെ വെളിയിലിറങ്ങി. ഒരെണ്ണമെങ്കിലും ബൈൻഡിട്ട അത് 3 ഞാനല്ലോ അല്ലേ. നീ ഇതും കൊണ്ട് എവിടെ പോണേ? ഇതാ ഇതൊരു സുഖത്തിന് കൈ പിടിക്കണ്ട. ഇനി നമുക്ക് കുറച്ച് സംഭവങ്ങളൂടെ വാങ്ങിക്കാനുണ്ട്. പിന്നെ നമ്മുടെ ചാനലൊക്കെ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് അറിഞ്ഞൂടാത്ത കുറേ ആൾക്കാർ ഇതുപോലെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ വീഡിയോ കാണുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഫാൻസ് ആരാധകർ ശാന്തരാകും. അപ്പം നമ്മൾ എല്ലാവർക്കും താങ്ക്സ്. നമ്മൾ വിചാരിച്ചില്ല നമുക്ക് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ 1000 സബ്സ്ക്രൈബർ കഴിയുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. കാരണം നമ്മൾ ഒരുപാട് ലോങ് വീഡിയോ ഒന്നും ഇടുന്നില്ല. നമ്മളിപ്പോഴും ഷോർട്ട് വീഡിയോ ആണ് ഇടുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് നോക്കും. ഇഷ്ടമുള്ളവർ കാണും, ഇഷ്ടമുള്ളവർ കാണട്ടെ, ഇല്ലാത്തവർ കാണും. നിന്റെ തലയല്ല തല 2 സെക്കൻഡ് ഇതണേന്നാണോ? ചീമ്പൂമ്പാ അണഞ്ഞു പോട്ടെ ലൈറ്റ്. ഇനി നിങ്ങൾ കാണുന്നത് എൻ്റെ കുൻഫു സ്റ്റെപ്പുകളാണ് സുഹൃത്തുക്കളെ. സോറി അല്ലെങ്കിൽ എനിക്ക് നല്ലോണം ആവുന്നു. നീ ഇപ്പം എന്തെന്ന് പറഞ്ഞാൽ കുനിച്ചിവേ നിങ്ങൾക്ക് ഞാൻ ഒരു സംഭവം പറഞ്ഞു തരാം. നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ആപ്സിൽ ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ ഡുലിംഗോ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ നല്ല അടിപൊളിയായിട്ട് സംഭവങ്ങളൊക്കെ ചോദിക്കും. അത് തട്ടായിരിക്കും. ഇവ ഇപ്പോൾ ഡുലിംഗോ ആപ്പിൽ കയറി എന്തോന്നാണ് പഠിക്കുന്നത്? ജപ്പാനീസാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവനെന്തോ കുഴപ്പമുണ്ട്. കാരണം അരീന് ജപ്പാനില് ഗോഹാൻ എന്നാണ് പറയുന്നത്. അരി കഴിക്കുന്ന അരി അല്ലെ ചോറ്. പിന്നെ ഉള്ളത് തന്നെ പറയുന്നത്. ഇവരെല്ലാവരും കയറി ചീത്ത വിളിക്കും. തന്നെ വെള്ളം മാസി മിസു വെള്ളം മിസു. പിന്നെ തോ എന്ന് പറയുമ്പോ ആൻഡ്, ദസു എന്ന് പറയുമ്പോ ഇറ്റ്സ്. അപ്പോൾ അത് വെള്ളമാണെന്ന് പറയുമ്പോ മിസു ദസു. അപ്പോൾ ഇനിയും ഒരുപാട് സംഭവങ്ങളുണ്ട് അല്ലേ അമ്മ?
സ്കൂളിൽ മാത്രമല്ല വേറെ കുറച്ച് സംഭവങ്ങൾ. അതായത് സ്കൂൾ പർച്ചേസ്, സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഇവൻ വാങ്ങുന്ന അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യാതെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനിയും കുറേ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. കാരണം എനിക്ക് ഞാൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് ശരിക്കും എല്ലാ ദിവസവും വാങ്ങാൻ പറ്റുന്നില്ല, മഴയൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിക്കും. അപ്പം അതെല്ലാം കൂടെ ചേർത്ത് വേറൊരു വീഡിയോ ആക്കാം. ഇതിപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുഞ്ഞു വീഡിയോ, നമ്മൾ എന്തോ ചെയ്യാൻ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. നമ്മൾ ലോങ് വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഒരുപാട് നന്ദി. താങ്ക് യു. അങ്കി പിന്നെ നിന്റെ ജപ്പാനിൽ താങ്ക് യു പറ. സൈനോര. അപ്പൊ കൊറിയ എന്തോന്ന്? സോറി ഗൈസ്, കുദാസായി എന്ന് വെച്ചാൽ പ്ലീസ് എന്നാണ്. പ്ലീസ് സൈനോര എന്ന് വെച്ചാൽ വീണ്ടും കാണാൻ അങ്ങനത്തെ ആണ്. വീണ്ടും കാണാമെന്ന